ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് ബിവോക് മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. സംസ്ഥാനത്താകെ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും ജില്ലയിൽ വടക്കാഞ്ചേരി, കുന്നംകുളം, ചേലക്കര മണ്ഡലങ്ങളിൽ LDF ആധിപത്യം തുടർന്നു. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റലപ്പള്ളി, ചേലക്കരയിൽ UR പ്രദീപ്, കുന്നംകുളത്ത് AC മൊയ്തീൻ എന്നീ സിറ്റിംഗ് MLA മാരും തങ്ങളുടെ മണ്ഡലങ്ങൾ നിലനിർത്തി. സംസ്ഥാനത്ത് UDF ഉജ്ജ്വല വിജയം നേടിയപ്പോഴും ഈ 3 മണ്ഡലങ്ങളിലെയും പരാജയം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായി. വടക്കാഞ്ചേരിയിൽ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ 5690 വോട്ടുകളുടെ ലീഡോടെയാണ് സേവ്യർ ചിറ്റലപ്പള്ളി വിജയിച്ചത്. വോട്ടെണ്ണലിന്റെ ആദ്യ 3 റൗണ്ടുകളിൽ സേവ്യർ ചിറ്റലപ്പള്ളി വ്യക്തമായ മുന്നേറ്റം നടത്തിയിരുന്നു. എന്നാൽ 4ാം റൗണ്ടിൽ UDF സ്ഥാനാർത്ഥി PN വൈശാഖ് 479 വോട്ടുകളുടെ ലീഡ് നേടി അല്പം മുൻതൂക്കം നേടി. തുടർന്ന് 5ാം റൗണ്ട് മുതൽ 12ാം റൗണ്ട് വരെ സേവ്യർ ചിറ്റലപ്പള്ളി തുടർച്ചയായി ലീഡ് ഉയർത്തി നില മെച്ചപ്പെടുത്തിയതോടെ വൈശാഖിന്റെ പരാജയം ഏകദേശം ഉറപ്പായി. 13ാം റൗണ്ടിൽ 609 വോട്ടുകൾ അധികം നേടി വൈശാഖ് തിരിച്ചുവരവിന് ശ്രമിക്കുകയും 14, 15, 16 റൗണ്ടുകളിൽ മുൻതൂക്കം നിലനിർത്തുകയും ചെയ്തെങ്കിലും സേവ്യർ ചിറ്റലപ്പള്ളിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ മാത്രമാണ് ഇതിനായത്. 70,725 വോട്ടുകളാണ് LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റലപ്പള്ളിക്ക് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി PN വൈശാഖിന് 65,035 വോട്ടും NDA സ്ഥാനാർത്ഥി ഉല്ലാസ് ബാബുവിന് 25,844 വോട്ടും ലഭിച്ചു. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 കൊല്ലക്കാലം വടക്കാഞ്ചേരി മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിനു വേണ്ടി വിശ്രമരഹിതമായി ജോലി ചെയ്തിട്ടുണ്ട് എന്നത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. നമുക്കറിയാം, വടക്കാഞ്ചേരി മണ്ഡലത്തിലെ 4000-ലധികം പട്ടയങ്ങളാണ് ഈ കാലയളവിൽ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പട്ടയ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് പട്ടയം കേരളത്തിലാകെ കൊടുക്കുമ്പോൾ വടക്കാഞ്ചേരിയിൽ മാത്രം 4000-ൽ കൂടുതൽ പട്ടയം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. വടക്കാഞ്ചേരിയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ച എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും അത് ആരംഭിക്കാനും പൂർത്തിയാക്കാനും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിയുന്ന നിലയിലാണ് ഏകദേശം 1271 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ നിലയിൽ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നന്നായി നേതൃത്വം നൽകാൻ കഴിഞ്ഞു എന്നുള്ളതും ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് വടക്കാഞ്ചേരിയിലെ ഈ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം തന്നെ തുടർന്നും ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. വടക്കാഞ്ചേരിയിലെ വോട്ട് രേഖപ്പെടുത്തിയ മുഴുവൻ വോട്ടർമാർക്കും ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ, അതുപോലെ തന്നെ അഭ്യുദയകാംക്ഷികൾ ഉൾപ്പെടെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും പ്രവർത്തകർക്കും ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു, അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. ഒരു കാര്യം കൂടി, ഇനി പോകാൻ പോകുന്നത് പ്രതിപക്ഷ നിരയിലേക്കാണ്. ഇതുവരെ ഭരണപക്ഷ നിരയിലായിരുന്നു. അതൊരു വലിയ മാറ്റം തന്നെയാണ്. UDFിൻ്റെ ഒരു വലിയ വിജയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏത് നിലയിലുള്ള ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കാനും കഴിയും എന്ന് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ഏത് നിലയിലുള്ള പ്രവർത്തനം ഏറ്റെടുക്കും. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങൾ അത് ഏത് ബെഞ്ചിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ചേലക്കരയിൽ UR പ്രദീപ് 29,386 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. കുന്നംകുളത്ത് AC മൊയ്തീൻ 4,563 വോട്ടുകൾക്കും വിജയിച്ചു. ജില്ലയിൽ കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്നതായിരുന്നു ഈ ഫലങ്ങൾ. സംസ്ഥാനമൊട്ടാകെ UDF അനുകൂലമായ കാറ്റ് വീശിയപ്പോഴും ഈ 3 മണ്ഡലങ്ങളിലെയും വോട്ടർമാർ ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചുനിന്നു എന്നത് ശ്രദ്ധേയമാണ്. You are watching VCV News.